നമസ്കാരം. പെരിയ കേസിൽ CBI കോടതി കുറ്റക്കാരെ കണ്ടെത്തുമ്പോൾ നിരപരാധികൾ കേസിൽ പ്രതികൾ ആയിട്ടുണ്ടെന്ന് പറയുന്നത് CPIM മാത്രമല്ല, CBI കോടതി തന്നെയാണ്. CBI കോടതി പ്രതികൾ ആക്കപ്പെട്ടിരുന്ന 10 പേരെയാണ് വെറുതെ വിട്ടത്. അതായത് കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളെ തന്നെയാണ് ഇപ്പോൾ CBI കോടതിയും അംഗീകരിച്ചിരിക്കുന്നത്. CBI പിന്നീട് കൂട്ടിച്ചേർത്ത പ്രതികൾ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മേൽക്കോടതികളുടെ സൂക്ഷ്മ പരിശോധനയിൽ 10 നിരപരാധികൾ എന്നത് 12ഉം 15ഉം ആകില്ല എന്ന് ആര് കണ്ടു? 1000 അപരാധികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ഉറച്ചു പറയുന്ന നമ്മുടെ നീതിപീഠത്തിന് മുന്നിൽ പെരിയ കേസ് തുറന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് കുറച്ച് മാധ്യമങ്ങളും എതിർ രാഷ്ട്രീയ ചേരികളും ചേർന്ന് ആഞ്ഞു പിടിച്ചാൽ ജനമധ്യത്തിൽ കരിവാരി തേക്കാനാകുമോ എന്ന് നോക്കുകയാണോ രാഷ്ട്രീയ ശത്രുത കൊണ്ട് കോൺഗ്രസ് പാർട്ടി? ശരത് ലാലും കൃപേഷും എന്നല്ല, ഒരു ജീവനും പൊലിയരുത് ഈ നാട്ടിൽ രാഷ്ട്രീയ വെറിയുടെ പേരിൽ. ആ ക്രൂരത കാട്ടിയവർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ കേവലം 2 ചെറുപ്പക്കാരുടെ രക്തസാക്ഷിത്വത്തെ മറയാക്കി അവരുടെ കുടുംബങ്ങളെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ച് അമ്മമാരുടെ കണ്ണീർ വിറ്റ് CPIM പോലൊരു പ്രസ്ഥാനത്തെ അടിക്കാനുള്ള വടി ഉണ്ടാക്കരുത് പ്രതിപക്ഷം. സത്യം പുറത്തു വരണം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. പെരിയ കേസിൽ രാഷ്ട്രീയ അതിപ്രസരമുണ്ടാക്കി വോട്ട് നേടാനുള്ള അവസരമാക്കി ഇതിനെ മാറ്റരുത്. പെരിയയിൽ പെരിയ രാഷ്ട്രീയ ലാഭം മോഹിക്കുന്നവർ ആരാണ് എന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ്.